Hi all, class 3. What constitutes the law of torts? ഡെഫിനിഷൻ പ്രകാരം ലോ ഓഫ് ടോട്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ലോ ഓഫ് ടോട്ട് ആകണമെങ്കിൽ ഉള്ള 3 പോയിന്റ്സും കൂടെ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, there should be a wrongful act. Second one, there must be a legal damage. And third one, there must be a legal remedy. 3 കാര്യങ്ങളാണ് wrongful act, legal damage, legal remedy. wrongful act എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എലമെന്റ് ടു എസ്റ്റാബ്ലിഷ് ടോട്ട് എന്ന് പറയുന്നത് ഒരു wrongful act ഉണ്ടാവണം. ഈ ഒരു wrongful act ഡിഫൻഡന്റ് ചെയ്തതായിരിക്കണം. ആൻഡ് ആക്റ്റീവ് കമ്മീഷൻ ഓഫ് ആക്ട് ഓർ സൈലന്റ് ഒമിഷൻ. 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്ന്, ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുകയോ, that is silent omission, which was supposed to be done that has resulted in the breach of duty which is either fixed by law or was to be done due to special position that a person holds. നമ്മൾ ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഇപ്പൊ ആക്റ്റീവ് കമ്മീഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ that is wrong. പക്ഷേ ഇപ്പം ഒരു പോലീസ് ഓഫീസർ ഡ്യൂട്ടി ചെയ്തില്ല, ഒരു ഗവൺമെന്റ് ഡോക്ടർ ആണെന്ന് വെച്ചോ, ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു രോഗിയെ പരിശോധിച്ചില്ല, ചികിത്സിച്ചില്ല, അതിന്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്നു. ഡോക്ടർ എന്ത് ചെയ്തു? ഡോക്ടറിന്റെ ഡ്യൂട്ടി ഒമിറ്റ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അവരുടെ സ്പെഷ്യൽ പൊസിഷൻ വെച്ച് അവര് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ വരുമ്പോഴും അത് ടോട്ടായി മാറും. സോ ആക്റ്റീവ് കമ്മീഷനും വരും, സൈലന്റ് ഒമിഷനും വരും. 2 പോയിന്റ്സ് ആണ്, ആക്റ്റീവ് കമ്മീഷൻ ആൻഡ് സൈലന്റ് ഒമിഷൻ. രണ്ടും wrongful act ആണ്. സോ wrongful act എന്ന് പറയുന്നതിൽ ആ ഒരു വേർഡില് ദ ഒമിഷൻ ഓർ കമ്മീഷൻ ഓഫ് ആൻ ആക്ട് വരുന്നുണ്ട്. അതായത് ഒരു സാധാരണ പ്രുഡന്റ് മാനിന് മനസ്സിലാവുന്ന രീതിയിലുള്ള റീസണബിൾ ആയിട്ടുള്ള കമ്മീഷനും അതേപോലെ ഒമിഷനും അതിനകത്ത് വരുന്നുണ്ട്. So wrongful act means the first and foremost element to establish tort എന്ന് പറയുന്നത് is that there is a wrongful act which the defendant did. It can be either active commission or silent omission. Then as a result of commission or omission, there must be a legal damage. അതായത് നിയമപരമായ ഒരു നഷ്ടം സംഭവിക്കണം. അപ്പൊ നമ്മൾ പറയാണ് നഷ്ടം ഉണ്ടായി, പക്ഷെ നിയമപരമായി അതൊരു നഷ്ടമല്ലെങ്കിൽ അവിടെ ലയബിലിറ്റി വരില്ല. സോ ദ സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ടോട്ട്. ടോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലീഗൽ ഡാമേജ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് ദ wrongful act ഡൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്ത ഒമിഷൻ അല്ലെങ്കിൽ കമ്മീഷന്റെ ഭാഗമായിട്ട് നിയമപരമായ ഒരു നഷ്ടമുണ്ടാകുന്നു. ഈ ലീഗൽ ഡാമേജ് എന്തിൽ ചെന്നെത്തുന്നു? is the result of any breach of legal right that the plaintiff needs to prove. Legal damage is the result of any breach of a legal right. legal damage എന്ന് പറയുന്നത് ലീഗൽ റൈറ്റിന്റെ ബ്രീച്ച് ആണ്. നമ്മുടെ നിയമപരമായ അവകാശത്തിന്റെ ലംഘനം നടക്കുമ്പോഴാണ് നിയമപരമായ നഷ്ടം ഉണ്ടാകുന്നത്. അത് പ്ലെയിന്റിഫ് കോടതിയിൽ പ്രൂവ് ചെയ്യണം. Then legal remedy. ലീഗൽ റെമഡി എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ടോട്ട് എന്ന് പറയുന്ന ലീഗൽ റെമഡി. നമുക്ക് നിയമപരമായ ഒരു പരിഹാരവും വേണം അല്ലെ. അപ്പൊ നിയമപരമായ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അവൈലബിലിറ്റി ഇൻ ദ കോർട്ട് ഓഫ് ലോ. അതായത് കോടതിയിൽ നമുക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ടാവണം? നമുക്ക് നിയമപരമായ പരിഹാരം കാണാൻ പറ്റണം, അതിനുള്ള നിയമത്തിന്റെ പ്രൊവിഷൻ വേണം. അങ്ങനെ ഒരു റെമഡിക്കുള്ള പ്രൊവിഷൻ ഉണ്ടാകണം. അത് കോടതിക്ക് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിട്ട് തരാൻ പറ്റണം. അതായത് അൺഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് ഡാമേജസ് ആയിട്ട് തരാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ട് എന്ന് വിളിക്കാം. അപ്പൊ ലോ ഓഫ് ടോട്ടിന്റെ ഡെഫിനിഷൻ പ്രകാരം സിവിൽ റോങ്, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? സിവിൽ റോങ് ആണെങ്കിലും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ആകാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ അവിടെ നമുക്ക് അൺലിക്വിഡേറ്റഡ് എമൗണ്ട് ഡാമേജസ് ആയിട്ട് കിട്ടണം. ഇതാണ് ആസ് പെർ ഡെഫിനിഷൻ നമ്മൾ ടോട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു wrongful act ഉണ്ടാവണം. ഈ wrongful act ഒമിഷൻ ആകാം, കമ്മീഷൻ ആകാം.
ലീഗൽ ഡാമേജ്, നിയമപരമായ ഒരു നഷ്ടം ഉണ്ടാകണം, അതിന് നിയമപരമായ ഒരു പരിഹാരം ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ എന്താണ് ടോട്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ടോട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ടോട്ടും അതേപോലെ തന്നെ മറ്റു നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞാലോ. ടോട്ട് ഉണ്ട്, ക്രൈം ഉണ്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ട്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ടോട്ട്, ക്രൈം ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് സാധാരണ രീതി വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ഒരു നേച്ചർ ഓഫ് റോങ് എന്ന് പറയുന്ന ടോട്ടിലാണെങ്കിൽ അത് സിവിൽ ആണ്, ക്രൈമിലാണെങ്കിൽ പബ്ലിക് റോങ് ആണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലും ബ്രീച്ച് ഓഫ് ട്രസ്റ്റിലും അത് സിവിൽ റോങ് ആണ്. ക്രൈമിൽ മാത്രം പബ്ലിക് റോങ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ക്രൈം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന ഏതെങ്കിലും ഒരു തെറ്റ് ഒരു വ്യക്തിയോട് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കണക്കാക്കപ്പെടുന്നത് എന്തായിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായിട്ട്, സമൂഹത്തിനോടുള്ള തെറ്റായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ടോട്ടും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ഒക്കെ സിവിൽ റോങ് ആണെങ്കിൽ ക്രൈം എന്താണ്? പബ്ലിക് റോങ് ആണ്. ഇനി എന്തിൽ നിന്നാണ് ഉത്തരവാദിത്തം വരുന്നത്? ടോട്ടിനും ക്രൈമിനും ലോയിൽ നിന്നാണ്. ഡ്യൂട്ടി അറൈസസ് ഫ്രം ലോയാണ്. പക്ഷെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനും ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനും വരുന്നത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നത് എഗ്രിമെന്റിൽ നിന്നാണ്, അതായത് പാർട്ടീസ് തമ്മിലുള്ള ഉടമ്പടി പ്രകാരമാണ്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റില് വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്, അല്ലെ? അപ്പൊ ഡ്യൂട്ടി, വിശ്വാസത്തിൽ നിന്നാണ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന്റെ ലംഘനം നടക്കുന്നത്. എഗ്രിമെന്റ്, ഉടമ്പടിയുടെ ലംഘനം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വരുന്ന എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടാണ്. ക്രൈമും ടോട്ടലും ലോയാണ്. ദെൻ ബേസിസ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഹോം, ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടോട്ട് കമ്മിറ്റ് ചെയ്യുന്നത്? ടോട്ട് എപ്പോഴും ഇൻഡിവിജ്വൽ, വ്യക്തിക്കെതിരെയാണ്. പക്ഷെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് സമൂഹത്തിനെതിരെയാണ്. ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടല്ലോ, സോ ബിറ്റ്വീൻ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടി ആയിരിക്കും. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രസ്റ്റിന്റെ ഗുണഭോക്താവ്, ബെനിഫിഷ്യറി ആരാണോ അവർക്കായിരിക്കും അതിനകത്ത് ഒരു ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയാണ് അത് കമ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി ആരാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സ്യൂട്ട് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നത്? ടോട്ടലാണെങ്കിൽ ആർക്കാണോ നഷ്ടം വന്നത് ആ പാർട്ടി നമുക്ക് ഇൻജേർഡ് പാർട്ടി എന്ന് വിളിക്കാം, ആ പാർട്ടി ആയിരിക്കും ഫയൽ ചെയ്യുന്നത്. ക്രൈമിലാണെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും ഇരയ്ക്ക് വേണ്ടി, വിക്ടിമിന് വേണ്ടി ഫയൽ ചെയ്യുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലാണെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി, കോൺട്രാക്ട് വയലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നഷ്ടം സംഭവിച്ച പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി ആയിരിക്കും ഫയൽ ചെയ്യുന്നത്. ഗുണഭോക്താവായിരിക്കും ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ എന്ത് ഫയൽ ചെയ്യുന്നത്? സ്യൂട്ട് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കിട്ടുക എന്നുള്ളതാണ് സിവിൽ റോങ്ങിലെ ഉദ്ദേശം. എന്തിനു വേണ്ടിയാ സ്യൂട്ട് ഫയൽ ചെയ്ത്? കോമ്പൻസേഷൻ കിട്ടാനാണ്. ഇനി ക്രൈമിലാണെങ്കിലോ തെറ്റ് ചെയ്തയാളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിവിൽ റോങ്ങിലാണ്, സിവിൽ റോങ്ങിന്റെ ഒരു രീതി തന്നെയാണ് കോൺട്രാക്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം കിട്ടാനാണ്. ട്രസ്റ്റിലാണെങ്കിൽ ആ ഒരു ട്രസ്റ്റിനെ റീസ്റ്റോർ ചെയ്യുക, അതിനെ തിരിച്ച് പഴയ അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്താണ് കേസ് ഫയൽ ചെയ്താൽ കിട്ടുന്നത്? നഷ്ടപരിഹാരം, ഡാമേജസ് ആണ് ടോട്ട് കിട്ടുന്നത്. പണിഷ്മെന്റ് അല്ലെങ്കിൽ ഫൈൻ ആണ് ക്രൈമിലുള്ളത്. ഡാമേജസ്, നഷ്ടപരിഹാരം അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം പെർഫോം ചെയ്യാനാണ് കോൺട്രാക്ട് പറയുന്നത്. നമുക്ക് ട്രസ്റ്റി അവിടുന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ പറയുന്നത്. ദെൻ എന്താണ് ഇതിനകത്തെ ഇന്റൻഷൻ നോക്കാം. ഇന്റൻഷൻ എന്ന് പറയുമ്പം യൂഷ്വലി ഇന്റൻഷന്റെ ആവശ്യമില്ല ടോട്ടില്. അതിന്റെ കാരണം നമ്മൾ സ്ട്രിക്റ്റ് ലയബിലിറ്റിയും അബ്സല്യൂട്ട് ലയബിലിറ്റിയും ഒക്കെ ഇനി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്റൻഷൻ ഇല്ലെങ്കിലും ടോട്ടാകും. സോ യൂഷ്വലി ഇന്റൻഷൻ ഇസ് നോട്ട് റിക്വയർഡ്. പക്ഷെ ഇന്റൻഷൻ എസെൻഷ്യൽ ആണ് ക്രൈമില്. നമ്മൾ എപ്പോഴും പറയും ആക്ടസ് നോൺ പാസിഡ് റിയ നെസി മെൻസ് സിട്രിയ എന്ന് പറയും. കാരണം എന്താണ്? ആക്ടസ് റിയസും മെൻസ് റിയയും, അതായത് മെന്റൽ ഇന്റൻഷനും ഫിസിക്കൽ ആക്ഷനും രണ്ടും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ക്രൈം ഉണ്ടാവുള്ളൂ. സോ മെൻസ് റിയയില് എന്താവശ്യമാണ്? മെൻസ് റിയയില് മെൻസ് റിയ എന്ന് പറയുന്നത് നിർബന്ധമാണ് ക്രൈമില്. കോൺട്രാക്റ്റില് ഈ പറയുന്ന
ഇന്റൻഷൻ അല്ലെങ്കിൽ മെൻസ്രിയയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇനി ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ട്, ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ. ഇതിനുള്ളൊരു എക്സാമ്പിൾ നമ്മൾ തോട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നെഗ്ലിജൻസും ഡിഫാമേഷനും ഒക്കെ അശ്രദ്ധയും അപകീർത്തിയും ഒക്കെ തന്നെ തോട്ടിൽ വരും. ക്രൈമിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തെഫ്റ്റും മർഡറും ഒക്കെ ആയിരിക്കും. കോൺട്രാക്റ്റിനാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കൊടുക്കാവുന്ന ഉടമ്പടി ഉണ്ടായിരുന്നു, കൊടുത്തില്ല, പൈസ കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തില്ല, സാധനം ഡെലിവറി ചെയ്തില്ല, ഇതെല്ലാം കോൺട്രാക്റ്റിൽ വരും. പിന്നെ വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യത്തെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രസ്റ്റിലും വരും. അപ്പൊ നമ്മളിങ്ങനെ ഒരു ടേബിൾ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായിരിക്കും എഴുതാൻ. അപ്പം നേച്ചർ ഓഫ് റോങ്, ഡ്യൂട്ടി അറൈസസ് ഫ്രം എന്തിൽ നിന്നാണ് ഡ്യൂട്ടി വരുന്നത്, ആർക്ക് എഗെയിൻസ്റ്റ് ആണ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്, ആരാണ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്, ഇതിന്റെ ഓബ്ജക്റ്റ് എന്താണ്, റെമഡി എന്താണ്, ഇതിനകത്ത് മെന്റൽ ഇന്റൻഷന്റെ പ്രാധാന്യം, എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. സോ ഒരു ടേബിൾ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.